തഞ്ചാവൂർ പോവാൻ കുറേയായി പ്ലാൻ ചെയ്യണം. പക്ഷെ ഇപ്പോഴാണ് ആ പ്ലാനിങ് ഒന്ന് നടന്നു കണ്ടത്. അങ്ങനെ സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തമ്പാനൂർ പോയിട്ടുണ്ടായിരുന്നത്. സാരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാ സാരിയല്ല, തഞ്ചാവൂർ എല്ലാവരും പോകുമ്പോൾ ഈ കോട്ടൺ സാരി എടുത്തിട്ടല്ലേ പോകുന്നത്. അപ്പോൾ കോട്ടൺ സാരി എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പോണ വഴിക്കാണ് നമ്മളൊരു കമ്മൽ കട കണ്ടത്. അവിടെ നല്ല അടിപൊളി വെറൈറ്റി കുറേ കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര വില കുറവൊന്നുമില്ല, കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ എന്നാലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു കമ്മലും പിന്നെ ഒരു സിൽവറിൻ്റെ ഒരു വളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താഴെ നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ പോയി. എനിക്ക് ഓഫീസ് നേരെ വന്നുകൊണ്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര വിശപ്പായതുകൊണ്ട് തന്നെ താഴെ പോയിട്ട് സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ മേലെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ താഴെ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്റ്റൈൽസ് ഉള്ളത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പോത്തീസിൽ പോണത്. ഇതുവരെ പോത്തീസിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ പോത്തീസിൽ എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അമ്മയും കൂടെ പറഞ്ഞു പോത്തീസിൽ പൊക്കോന്ന്. അങ്ങനെ നമ്മൾ പോത്തീസിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാരായണപ്പട്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ചത് നാരായണപ്പട്ടല്ല, ചെട്ടിനാട് കളക്ഷൻ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ സാരിയൊക്കെ ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണ്, ഇതൊന്നും ഇടാൻ നിൽക്കണ്ട, നേളടിച്ച് കാണുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു കല്യാണിൽ പൊക്കോ. ഓക്കെ, എന്നാൽ കല്യാണമെങ്കിൽ കല്യാണം, അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ നേരെ കല്യാണിൻ്റെ അങ്ങോട്ട് പോയി. കല്യാണിൻ്റെ അവിടെ എത്തി നോക്കുമ്പോൾ കല്യാണം ക്ലോസ് ചെയ്ത് കിടക്കണം. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോത്തീസിലോട്ട് പിന്നെയും വിട്ടു. ഞാൻ ആക്ച്വലി നോക്കിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് കളറിൽ ഉള്ളൊരു ചെട്ടിനാട് കളക്ഷനായിരുന്നു. ആ ബ്ലാക്ക് കളറിൽ തന്നെ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ കുറേ കല്യാണിപ്പട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത്ര പ്രൈസ് ഒരു 1,500 റേഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച മോഡൽ തന്നെ സെയിം ബോർഡർ സെയിം കളർ എനിക്ക് കിട്ടിയോണ്ട് അതും വാങ്ങിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ബില്ലാക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒത്തിരി ലേറ്റായി, 10 മണി എന്തോ ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പൊറോട്ട ഹട്ടിലോട്ട് പോയി. തമ്പാനൂർ വന്നിട്ട് തിരുവനന്തപുരം വന്നിട്ട് 8 മാസം ആയെങ്കിലും ഞാൻ ഇതുവരെ പൊറോട്ട ഹട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ആ തിരക്ക് നമ്മൾക്ക് സെറ്റാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ പാഴ്സൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കടയാണെങ്കിലും ഭയങ്കര തിരക്കാണ് കേട്ടോ. അവിടെ ഫുഡ് അത്രയും നല്ലതായതുകൊണ്ടായിരിക്കും അത്രയും തിരക്ക്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നിട്ട് പൊറാട്ടയും പിന്നെ മിൽക്കി അൽഫാമും കഴിച്ച് പാഴ്സൽ ചെയ്ത് നമ്മൾ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.